നമസ്കാരം. ഇന്ന് നമുക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഡേറ്റ്സും നട്ട്സും ബദാമും പാലും ചിയ സീഡ്സും ഒക്കെ ചേർന്ന് ഷുഗർ ചേർക്കാത്ത ഒരു വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്കാണ് ഇന്നത്തെ വിഷയം. ഒരു ഗ്ലാസ് മതി ഒരു ദിവസത്തെ നമുക്ക് ഉന്മേഷം പകരാൻ. ഇന്നത്തെ ടിപ്സിൽ ഞാൻ ചിയ സീഡ്സിൻ്റെ എല്ലാ വിശേഷങ്ങളും ഗുണങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഡേറ്റ്സിൻ്റെ പാക്കറ്റിൽ തന്നെ ഡേറ്റ്സ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ സേഫായിട്ട് ഡേറ്റ്സിനെ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കാണാം. ഇത് നമ്മൾ സാധാരണ കാണുന്ന ഇതിൻ്റെ പേര് സിപ്പ് ടൈ എന്നാണ്, കേബിൾ ടൈ എന്നും പറയും. ഇതിൻ്റെ എന്തെല്ലാം ഇതിന് ഉപയോഗം ഉണ്ടെന്നും പിന്നെ ഇതിനെ എങ്ങനെയാണ് നമുക്കിത് അൺടൈ ചെയ്യുന്നതെന്നും ടിപ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പം നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഞെട്ടും കുരുവും കളഞ്ഞ 10 ഡേറ്റ്സും 10 നട്ട്സും 10 ബദാമും ഇട്ട് 1/2 കപ്പ് നല്ല ചൂടുള്ള പാലും ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് കുതിർത്ത ശേഷം നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുക. $500 ml പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിക്കണം. ഈ വാനില ഒഴിക്കുമ്പോഴേക്കും നല്ലൊരു ഫ്ലേവറാണ് അതിന്. ഇപ്പോൾ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ചിയ സീഡ്സിൻ്റെ 1 ടേബിൾ സ്പൂൺ വീതം ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക. ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ 2 ഐസ് ക്യൂബ്സും കൂടെ ഇട്ട ശേഷം ഇത് ഒഴിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ആ ചിയ സീഡ്സും എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഈ ഡേറ്റ്സിൻ്റെയും നട്ട്സിൻ്റെയും ബദാമിൻ്റെയൊക്കെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ഏറെക്കുറെ അറിയാവുന്നവയാണ്. അതിലേറെ ഗുണമാണ് നമ്മുടെ ഈ ചിയ സീഡ്സിൻ്റെത്. ചിയ സീഡ്സിൻ്റെ എല്ലാ ഗുണങ്ങളും ഞാൻ ടിപ്സിലൊന്ന് കാണിക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത ബദാമും പിന്നെ ഡേറ്റ്സുമാണ് ഞാനിതിൽ ടോപ്പിങ്ങിന് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കതിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ആയാലും മതി. കുറച്ച് കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ. പിന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ഡ്രിങ്ക്സ് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിപ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ടിപ്സിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നമുക്ക് ചിയ സീഡ്സിൻ്റെ വിശേഷങ്ങൾ കാണാം. മിൻറ്റ് ഫാമിലിയിലുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സീഡ്സാണ് ചിയ സീഡ്സ്. ഇത് ഞാൻ വാങ്ങിയ ഒരു പാക്കറ്റ് ചിയ സീഡ്സാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ് 100%. അതുകൊണ്ട് ഇതിൻ്റെ വിലയും അല്പം കൂടുതലാണ്. 150 ഗ്രാംസാണിത്. ഇതിൻ്റെ വില 225 റുപ്പീസാണ്. ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊരു പവർ ഹൗസ് സൂപ്പർ സീഡാണെന്ന്. ഇതിൽ ചീരയിലുള്ളതിനെക്കാട്ടിലും 3 മടങ്ങ് അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. പിന്നെ അതുപോലെ പാലിലുള്ളതിനെക്കാട്ടിലും 5 മടങ്ങ് കാൽഷ്യം ലെവൽ കൂടുതലാണ്. ബനാനയിലുള്ളതിനെക്കാട്ടിലും 2 മടങ്ങ് പൊട്ടാഷ്യവും പിന്നെ ബ്ലൂബെറീസിലുള്ളതിനെക്കാട്ടിലും 3 മടങ്ങ് ആൻറ്റി ഓക്സിഡൻസും കൂടുതലാണ്. അപ്പോൾ ഇത് ധാരാളം മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബറും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വിശേഷമാണ്. ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് ട്രിവാൻഡ്രത്തെ ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. ശരിക്കും നമ്മളിത് ലൂസായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വില കൊടുക്കണ്ട. ആമസോണിലും കിട്ടും. 150 ഗ്രാമിന് ഏകദേശം ഒരു 150 രൂപ കൊടുത്താൽ മതിയാവും. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ കുറച്ച് ഉപയോഗിച്ചതാണ്. ഇത് നമ്മൾ ഈ എള്ളിൻ്റെയൊക്കെ ഒരു ടൈപ്പാണ്. അതിൻ്റെ ഒരു പകുതിയേ വലിപ്പം വരുള്ളൂ. അത്രയും ഫ്ലാറ്റ് അല്ല. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഉരുണ്ടതാണ്. നല്ല സ്മൂത്തായിട്ടിങ്ങനെ ഒഴുകി പോകും സ്പൂണിൽ നമ്മൾ കോരിയെടുക്കുമ്പോൾ. ഇത് ശരിക്കും ഒരു ബോഡി പ്യൂരിഫയറും പിന്നെ എനർജി ബൂസ്റ്ററാണ്, പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ്. ഒരുപാട് ഒമേഗ 3 ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ടും ഹൈ പെർസെൻറ്റേജ് ഓഫ് ഫൈബർ അയൺ കാൽഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും എല്ലുകൾക്ക് ബലം കൊടുക്കുന്നതിനും പിന്നെ രോഗങ്ങൾ വരാതിരിക്കുന്നതിനും ഒക്കെ വളരെ ഫലപ്രദമാണ്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ ഒന്ന് അരിക്കുന്നത് നല്ലതാണ്. ഒരു പുട്ടിൻ്റെ അരിപ്പുണ്ടല്ലോ, അതിലൊന്നും അരിക്കുന്നില്ല. കണ്ടില്ലേ, മണ്ണ് ചെറുതായിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ്. മിതമായിട്ടേ കഴിക്കാവുള്ളൂ. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാം. ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. ഈ സീഡ്സ് ഹൈഗ്രോസ്കോപ്പിക്കാണ്, അതായത് ഇത് വെള്ളം അബ്സോർബ് ചെയ്യും. ഇതിൻ്റെ വെയ്റ്റിൻ്റെ 12 മടങ്ങ് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഈ സീഡിനുണ്ട്. അപ്പം നമ്മളിത് കുതിർക്കുമ്പോൾ ഒരു ജെല്ല് ടെക്സ്ചറാണ് ഇതിന്, സോഫ്റ്റ് ജെലാറ്റിൻ പോലെ.
ഇത് വെറുതെ ഡ്രൈ ആയിട്ട് എടുത്ത് കഴിക്കാൻ പാടില്ല. എപ്പോഴും ഇതൊരു ലിക്വിഡിൻ്റെ കൂടെയും നമ്മൾ കഴിക്കാവൂ. സ്മൂത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസിൽ ഒഴിച്ചോ ഒക്കെ. ഒരു 5 മിനിറ്റ് മതി ഇത് കുതിരാനായിട്ട്. നമ്മളൊരു 5 മിനിറ്റ് അതിന് സമയം കൊടുക്കണം. അപ്പോഴേക്കും അതങ്ങ് കുതിർന്ന് വന്നു. ഡയറക്റ്റായിട്ട് നമുക്കിതിനെ സ്മൂത്തിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസിൻ്റെ കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ലതാണ്. കണ്ടില്ലേ, ഞാനിതിപ്പോൾ വെള്ളത്തിലൊന്ന് കുതിർത്താണ്. ഒരു 5 മിനിറ്റേ ആയുള്ളൂ. നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കാം, കുട്ടികൾക്കും കൊടുക്കാം. പാലിലോ തൈരിലോ സ്മൂത്തിയിലോ ജ്യൂസിലോ എന്തിൽ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. പൊടിച്ചും ഉപയോഗിക്കാം, അല്ലാതെ കുതിർത്ത് ഉപയോഗിക്കാം, അല്ലാതെ റോ ആയിട്ടും ഉപയോഗിക്കാം. പക്ഷേ ലിക്വിഡിൻ്റെ കൂടെ ഉപയോഗിക്കണം. ചിയ സീഡ്സും സബ്ജ സീഡ്സും ഏകദേശം ഒന്നുപോലൊക്കെ ഇരിക്കുമെങ്കിൽ രണ്ടും വ്യത്യസ്തമായതാണ്. ചിയ സീഡ്സ് ഒരു എനർജി ഫുഡാണ്. മുഖത്തെ കരിവാളിപ്പ് മാറാനായിട്ട് ഇത് അല്പം പൊടിച്ച് അതിലേക്ക് അല്പം ഒലീവ് ഓയിലോ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയോ ഒഴിച്ച് അല്പം തൈരും കൂടി ചേർത്ത് അരമണിക്കൂർ മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ അത് നല്ലൊരു മാസ്കാണ്. വെയിറ്റ് ലോസിന് ഇത് വളരെ നല്ലതാണ്. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും ചേർത്ത് അല്പം തേനും ഒഴിച്ച് ഒരല്പം നാരങ്ങാനീര് ഒഴിച്ച് ഒരു 5 മിനിറ്റ് കുതിർത്ത ശേഷം കഴിച്ചാൽ വിശപ്പ് കുറയും. അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കും. ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ മരുന്ന് കഴിക്കുന്നവർ, ക്യാൻസർ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കഴിക്കുക. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇതിന് ഒരു അരുചിയുമില്ല. പിന്നെ പ്രത്യേകിച്ച് മണമോ ടേസ്റ്റായിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ഇഷ്ടപ്പെടും. എന്തോ ഇതിൻ്റെ ടെക്സ്ചറോ എന്തൊക്കെയോ നമുക്ക് ഇഷ്ടപ്പെടും. ഇത്രയധികം ഗുണങ്ങളുള്ള ഈ ചിയ സീഡ്സ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് ഉപയോഗിച്ച് നോക്കുക. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ്സ് എങ്ങനെ സേഫായിട്ട് കഴുകിയെടുക്കാം എന്ന് നോക്കാം. നമ്മൾ ഈ ഡേറ്റ്സ് വാങ്ങിക്കുമ്പോൾ വളരെ സേഫായിട്ട് പാക്കറ്റിലൊക്കെ കണ്ടില്ലേ, പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കവർ ചെയ്ത് നമുക്ക് തരും. നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കും. നമ്മളത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കവറിൻ്റെ പുറത്ത് എഴുതിയിരിക്കുന്നത് റെക്കമെൻഡഡ് ടു വാഷ് ദ ഡേറ്റ്സ് ബിഫോർ ഈറ്റിംഗ് എന്ന്. അപ്പോൾ നമ്മളതിനെ കഴിച്ചൊക്കെ കഴിയും. അപ്പം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ഡേറ്റ്സ് വാങ്ങിച്ചാൽ കഴുകണം. അത് എവിടെയാണ് ഉണക്കുന്നത്, എന്തൊക്കെ കെമിക്കൽസാണ് അതിൽ ചേർത്തിട്ടുള്ളതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ഡേറ്റ്സാണ് എടുത്തത്. അതിനെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ സോഡാപ്പൊടി എല്ലായിടത്തും ഒന്ന് പിടിക്കണം. പക്ഷേ നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം 1 മിനിറ്റ് കൊണ്ട് കഴിയണം, അല്ലെങ്കിൽ ഡേറ്റ്സ് പൊടിഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതൊരു 1/2 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ഡേറ്റ്സ് കഴുകിയ വെള്ളം കളയുക. എന്നിട്ട് നമ്മൾ ഈ അരിപ്പയിലൂടെ ഡ്രെയിൻ ചെയ്തെടുത്തതിന് റണ്ണിങ് വാട്ടറിൽ ഒരു 15 സെക്കൻഡെങ്കിലും ഒന്ന് റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കുക നന്നായിട്ട്. അപ്പോൾ അതിലുള്ള ആ ബേക്കിംഗ് സോഡ എല്ലാം മാറുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ അതിനെ ഒരു ടവൽ വിരിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. ടിഷ്യൂ പേപ്പർ വെച്ച് അതിലുള്ള ആ വെള്ളമെല്ലാം നമ്മളങ്ങ് ഒന്ന് തുടച്ച് എടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ വെള്ളമൊക്കെ മാറ്റുക. എന്നിട്ട് നമുക്ക് വെറുതെ എയറിലൊന്ന് തുറന്ന് വെച്ചിരുന്നാൽ മതി, ഫാനിൻ്റെ കീഴിലൊക്കെ. ഒരല്പം കഴിയുമ്പോഴേക്കും ഇത് നല്ല ക്ലീനായിട്ടൊന്ന് ഡ്രൈ ആയിട്ടിരിക്കും. ഇനി നമുക്കിതിനെ ഒരു ഇതായിട്ടില്ല, ഇതിന് ഞെട്ടുള്ളത് നല്ലതായിരിക്കും. ചെറുതായിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും അതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഞെട്ടുള്ളത് എപ്പോഴും നല്ലതായിരിക്കും. അല്ലാത്തത് ഞെട്ടില്ലാത്തത് നമ്മളൊന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പൊട്ടിച്ച് നോക്കണം. ചിലപ്പോൾ അതിൻ്റെ അകത്ത് വല്ല വണ്ടോ അല്ലെങ്കിൽ ചെള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ളത് കഴിക്കാവൂ. ഞെട്ടുള്ളത് സേഫാണ്. അപ്പം നമുക്കിനി ഇതിനെ നമുക്കൊരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്തോട്ട് സൂക്ഷിച്ച് ഇടയ്ക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഒരു ലെയർ കൂടെ ടിഷ്യൂ പേപ്പർ മാത്രം ഇട്ട് നടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സേഫായിട്ട് എടുത്ത് കഴിക്കാം. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ പേരാണ് സിപ്പ് ടൈ അല്ലെങ്കിൽ കേബിൾ ടൈ എന്ന് പറയും. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ലോക്ക് ചെയ്യാം, ഇത് അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ കേബിൾ ടൈക്ക് 2 വശമുണ്ട്. ഒരു വശത്ത് കണ്ടില്ലേ ചെറിയ ഗ്രൂസ് പോലെ കാണാം, നമുക്കിങ്ങനെ വര പോലെ ഉള്ളത്. അത് ഒരു വശം, മറ്റേ വശം നല്ല സ്മൂത്തായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഇത് ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കെട്ടിയൊക്കെ വെക്കുമല്ലോ, നമ്മൾ ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമ്മുടെ കവറിനെ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് തരും. ഇതുപോലെ ആ ഗ്രൂസ് ഉള്ള വശം അകത്തേക്ക് വളച്ച് അതിൽ കൂടെ കയറ്റി ഒന്ന് മുറുക്കിയാൽ മതി. നമുക്ക് എത്ര വേണമെങ്കിലും മുറുക്കാം, പക്ഷേ നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല, അത് വലിച്ചാൽ വരിയില്ല തിരിച്ച്. അൺടൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ അവസാനം കാണിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ യൂസ് നോക്കാം. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ടാൽ മതി.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ. ഇനിയിപ്പം നമുക്ക് എങ്ങനെ ഇത് ടൈ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്കിതിനെ അൺടൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ കയ്യിലൊരു സേഫ്റ്റി കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം ഇതുപോലെ, പക്ഷേ നമുക്ക് തിരിച്ച് വലുതാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സേഫ്റ്റി പിൻ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തെ വശത്തുകൂടി ഈ സേഫ്റ്റി പിന്നിങ് ഇറക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അകത്തൂടെ ഇറക്കണം. എന്നിട്ട് ആ പിൻ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരറ്റം പിടിച്ച് പതിയെ വലിച്ചാൽ മതി. ഇത് അൺലോക്കായിട്ട് വരും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഈ പിന്ന് അല്ലെങ്കിൽ അത് സൂചി ആയാലും മതി, അകത്തൂടെ വേണം എടുക്കാനായിട്ട്, അല്ലാതെ പുറത്തൂടെ എടുക്കുക. എന്നാൽ മാത്രമേ അത് ശരിക്കും കറക്റ്റായിട്ട് വരികയുള്ളൂ. പിന്നെ ഇത് ലോക്ക് ചെയ്യുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൂസ് ഉള്ള വശം വേണം അകത്തൂടെ വളച്ചെടുക്കാനായിട്ട്. അത് 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി, പെർഫെക്റ്റ് ആവും. നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് ഇത് പല ഉപയോഗങ്ങളും ഉണ്ട് ഇതിന്. ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയത് ലുലു സൂപ്പർ മാർക്കറ്റിൽ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇത് ട്രിവാൻഡ്രത്ത് ഈ ഒരു പാക്കറ്റിൽ ഏകദേശം ഒരു 100 എണ്ണത്തോളം ഉണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 80 റുപ്പീസാണ്. ഇത് പല സൈസിലും നിറത്തിലും കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ മറന്നു പോകരുത്. അതുണ്ടാക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.